MEC-7 നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ചർച്ചകൾക്കെല്ലാം വഴിവെച്ച ഒരു സംഭവമായിരുന്നു MEC-7ലെ ഒത്തുകൂടൽ. വ്യായാമത്തിന് വേണ്ടി മാത്രമാണ് തങ്ങൾ ഒത്തുകൂടുന്നതെന്നും വേറെ ചിന്തകളൊന്നും ഇല്ല എന്നും ആണ് അതിന്റെ സംഘാടകർ പറഞ്ഞിരുന്നത്. ഒരു വ്യായാമ കൂട്ടായ്മ അത്രയേ ഉള്ളൂ. തീവ്രവാദ സംഘടനയുള്ള ആൾക്കാരൊക്കെ അതിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നും ഇതിനെപ്പറ്റി വിശദമായ ഒരു അന്വേഷണം വേണമെന്നൊക്കെ പറഞ്ഞത് CPM ആയിരുന്നു. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. എന്തായാലും ഇപ്പോൾ അതിനെപ്പറ്റി അന്വേഷണമൊക്കെ വന്നു, ഇതിനകത്തൊക്കെ ഒന്നും ഒരു കഴമ്പുമില്ല എന്ന് മനസ്സിലായി. അതിനുശേഷം സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഈ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയെ എടുത്തിട്ട് അലക്കിക്കൊണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: 2 വർഷത്തിനുള്ളിൽ 1000-ലേറെ സ്ഥലങ്ങളിലേക്ക് പടർന്നു കയറിയ ഈ വ്യായാമ ശൃംഖല തീവ്രവാദ പ്രവർത്തനമാണെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് രാജിവെക്കാൻ പറയണമെന്നും പകരം CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനനെ ആഭ്യന്തരമന്ത്രി ആക്കണമെന്നുമാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്. ശരിയാണ്. ഒരു വ്യായാമ കൂട്ടായ്മ എന്നുള്ള രീതിയിൽ അവരവിടെ ഒരു ഇത് സംഘടിപ്പിക്കും. പബ്ലിക്കിൽ തന്നെയാണ്, അല്ലാതെ അവർ രഹസ്യമായിട്ടൊന്നുമല്ല. പബ്ലിക്കിൽ സംഘടിപ്പിക്കുക, അതിൽ ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യം എന്തായിരുന്നു വെച്ചാൽ, CPMന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചർച്ച കണ്ടു. ആ ചർച്ചയിൽ വ്യക്തമായി ആദ്യം തന്നെ പറയുന്നുണ്ട്, കോൺഗ്രസിലേക്ക് കുറെ മുസ്ലിം സംഘടനകൾ, ശക്തമായ മുസ്ലിം സംഘടനകൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു എന്ന് ഇടതുപക്ഷ നിരീക്ഷകൻ പറയുന്നുണ്ട്. അവരുടെ വായിൽ നിന്ന് തന്നെ വന്നതാണ്, സത്യം വെളിയിൽ വന്നു. അതുകൊണ്ട് ഇങ്ങനെ സംഘടിക്കുന്ന സംഘടനകളെയെല്ലാം, ഈ മുസ്ലിം സംഘടനകളെയെല്ലാം ഒരു തീവ്രവാദ സംഘടനകളാക്കി മാറ്റുക, അവരെ എല്ലാവരും സംശയത്തിന്റെ നിലയിൽ ജനങ്ങൾക്ക് മുന്നിൽ ഇട്ടുകൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം. പക്ഷെ ആ ലക്ഷ്യം വഴി അവർക്ക് അവർ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, BJPയും കൂടെ ഇവരുടെ കൂട്ടത്തിൽ കൂടിക്കൊണ്ട് BJPക്കാരും പറയും ഇവരെല്ലാം ഒന്നിക്കുന്നത് ഇവർ ഈ പ്രവർത്തനത്തിന് വേണ്ടിയാണ്, അതിന് ഏത് ഇപ്പം BJPക്കാർ സംഘടിക്കുന്നില്ലേ, ഇപ്പൊ പറഞ്ഞ ഈ ക്രിസ്ത്യൻ സമൂഹം സംഘടിക്കുന്നില്ലേ, അതുപോലെ ഓരോ ഇതിലും അവരവരുടേതായ സംഘടനകളുണ്ട്. ആ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന കുറെ പേരുമുണ്ട്. അതിൽ നല്ലതേതാണ് കെട്ടതേതാണെന്ന് പോലീസ് അന്വേഷിച്ച് അതിലെന്തെങ്കിലും ആരെങ്കിലും അനധികൃതമായി കടന്നു കയറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അനധികൃതമായി അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നൊക്കെ പോലീസാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ആ ജോലി ഏറ്റെടുത്തിരിക്കുന്നത് CPM ആണ്. കാരണം വേറൊന്നുമല്ല, ന്യൂനപക്ഷങ്ങൾ കൂടുതലും ഇപ്പോൾ CPMനെ വിട്ട് കോൺഗ്രസിലേക്ക് അടുക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ നേരത്തെ എല്ലാം കണ്ടതാണ്, പല സംഭവങ്ങളിലൂടെ കണ്ടതാണ്. CPM RSSനെ പിന്തുണയ്ക്കുന്നു, BJPയെ പിന്തുണയ്ക്കുന്നു, അവരോടൊപ്പം നിന്ന് കോൺഗ്രസിനെ ആക്രമിക്കുന്നു, ന്യൂനപക്ഷങ്ങളെ എതിർക്കുന്നു. അതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങൾ മാറ്റി ചിന്തിക്കും. അവർ കോൺഗ്രസിലേക്ക് ചിലപ്പോൾ കോൺഗ്രസിന് പിന്തുണ കൊടുക്കും. പക്ഷെ ഇതൊന്നും CPMന് അങ്ങോട്ട് സഹിക്കുന്നില്ല. എന്തായാലും ഞാൻ അധികം നീട്ടുന്നില്ല, നമുക്ക് ആ ചർച്ച ഒന്ന് കേൾക്കാം. ആ ചർച്ച കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ധാരണ ഉണ്ടാകും ഇതിൽ എന്താണ് അവർ ഉദ്ദേശിച്ചത് എന്നുള്ളത്. അജിംസി, ഇതിലത്തൊരു വലിയ പ്രശ്നം, ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നം ഇക്കാര്യത്തിൽ നിലവിലുണ്ട്. കേരളത്തിലെ ചില പ്രബലരായിട്ടുള്ള മുസ്ലിം സംഘടനകൾ, ആ മുസ്ലിം സംഘടനകൾ ഇപ്പോൾ പണിയെടുക്കുന്നത് കേരളത്തിലെ UDFന് വേണ്ടിയിട്ടാണ്. അവർക്ക് മുസ്ലിം സമൂഹത്തെ ആകമാനം തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷം മുസ്ലിം സമൂഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് UDF കൃത്യമായ രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അല്ല അതാണ് പ്രശ്നം. നിങ്ങൾ പറയുന്നു കേരളത്തിലെ ചില മുസ്ലിം സംഘടനകൾ UDFനെ പിന്തുണയ്ക്കുന്നു, വോട്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നവരെയൊക്കെ നിങ്ങൾ തീവ്രവാദികൾ എന്ന് വിളിക്കും, അങ്ങനെയാണോ? അങ്ങനെ തീവ്രവാദിയായിട്ട് നല്ലല്ലോ ഇക്കാര്യത്തിൽ കാണേണ്ടത്. കേരളത്തിലെ ചില പ്രബലരായിട്ടുള്ള മുസ്ലിം സംഘടനകൾ അവരിപ്പോൾ പണിയെടുക്കുന്നത് UDFന് വേണ്ടിയിട്ടാണ്. അവർക്ക് അവരുടെ ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇസ്ലാമോഫോബിയാണെന്നും കേരളത്തിലെ മുസ്ലിം വീടുകളിൽ നാളെ മുതൽ NIAയുടെ പോലീസ് പട്ടിയെപ്പോലെ മണം പിടിച്ച് കയറി വരുമെന്നും നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയില്ലെന്നും അതിന് ആക്കം കൂട്ടുന്നതാണ് ഇടതുപക്ഷത്തിന്റെ പ്രവൃത്തികളെന്നും വിശിഷ്യ CPM നേതൃത്വം നൽകുന്നതും എന്നും വരുത്തി തീർക്കുന്ന പുതിയ നറേറ്റീവിന്റെ സൃഷ്ടിയാണെന്നേ. ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും, ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയുകയാണെന്ന്. ഒരു നിമിഷം, അങ്ങയുടെ വാദത്തിന് വേണ്ടി സമ്മതിക്കുകയാണ്. മുസ്ലിങ്ങളെ തേടി നാളെ NIA വരും ഈ വിഷയത്തിൽ എന്ന് പറയുകയാണ്. അതിന് ഇടയാക്കിയത് ആരാണ് ഇടയാക്കിയത്? അങ്ങനെ പറയാനുള്ള സാഹചര്യം ഒരുക്കുന്നത് ആരാണ്? നിങ്ങൾ തന്നെ പറയുന്നു ഇതിൽ തീവ്രവാദികളുണ്ട്, ഈ കൂട്ടായ്മയിൽ ഈ തീവ്രവാദികളുണ്ട് എന്ന് നിങ്ങൾ അസന്ദിഗ്ധമായ ഒരു ഭരണകക്ഷിയുടെ ജില്ലാ സെക്രട്ടറി പറയാണ്. ഉണ്ട് എന്ന് പറയുമ്പോൾ NIAക്ക് അത് മാത്രം മതി, ആ വിവരം മാത്രം മതി. അതുകൊണ്ട് ഭയപ്പെടേണ്ടത് എന്തിനാണ്? NIA ഭയപ്പെടുന്നത് എന്തിനാണ് എന്ന ചോദ്യം അഭിഭാഷകനായ ഹസ്കർ എന്നോട് ചോദിക്കുകയാണ് സമകാലിക ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട്. എനിക്ക് പേടിയാണ് NIA. അങ്ങനല്ലേ, NIA ഭയപ്പെടുക എന്നുള്ളതല്ല. ഞാൻ ചോദിക്കട്ടെ, നാളെ എൻ്റെ വീട്ടിൽ ഒരു നിമിഷം അജിംസി, നാളെ എൻ്റെ വീട്ടിൽ എൻ്റെ പിന്നാലെ NIA വന്നു എന്നുള്ളത് കൊണ്ട് എനിക്കൊരു ഭയമില്ല ഇക്കാര്യത്തിൽ. ഞാൻ നെഞ്ചും പിരിച്ച് തന്നെ നിൽക്കുന്ന അക്കാര്യത്തെ സംബന്ധിച്ച് എനിക്കൊരു ഭയമില്ല.
അപ്പോ അങ്ങനെ പറയാൻ ധൈര്യം കാണിക്കാൻ എന്തുകൊണ്ട് ഈ പറയുന്ന മെക്സവന്റെ നേതൃത്വത്തിന് കഴിയുന്നില്ല അതായത് എന്നുള്ളതാണ് അസ്കർ, അപകടകരമായിട്ടുള്ള ഞാൻ പ്രശ്നം. 2 സെക്കൻഡ് മുമ്പാണ് മാത്രമല്ല, പറഞ്ഞത് നിങ്ങൾ എനിക്ക് എന്തൊക്കെ എൻ ഐ എ ഭയമാണ്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ 2 സെക്കൻഡ് മുമ്പ് പറഞ്ഞു എനിക്ക് എൻ ഐ എ ഭയമാണെന്ന്. അസ്കർ പറയുന്നു എനിക്ക് എൻ ഐ എ ഭയമില്ല, എന്തിനാണ് ഭയക്കേണ്ടതെന്ന് ചോദിക്കുന്നു. ഇതൊരു രാഷ്ട്രീയ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? അതായത് ഞാൻ എൻ ഐ എ ഭയക്കുന്നില്ല, എൻ്റെ കയ്യിൽ ഒളിക്കാനൊന്നുമില്ല, എന്നെ എന്ത് വേണമെങ്കിലും എൻ ഐ എ ചെയ്തോട്ടെ എന്നൊരാൾ പറയുന്നത് ഒരു പ്രിവിലേജിന്റെ അടിസ്ഥാനത്തിലാണ്. അസ്കറിനെ എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ള കോൺഫിഡൻസ് അസ്കറിനുണ്ട്. എന്നെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നുള്ള പേടി എനിക്കുണ്ട്. കാരണം ഈ ഭരണകൂടം നിരോധിച്ച ഒരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരനാണ് ഞാൻ. അല്ല, ഒരുപക്ഷെ അങ്ങനെ ഒരു ഭയം അങ്ങേക്കുണ്ട് എങ്കിൽ, അങ്ങയുടെ കൈകൾ ശുദ്ധമെങ്കിൽ അങ്ങേക്ക് ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. നമുക്കൊരു നിശ്ചിതമായ ശുദ്ധമായിട്ട് കാര്യമില്ലെന്നേ. എനിക്ക് നല്ല ഉറപ്പുണ്ട് ജീവിതത്തിൽ ഒരൊറ്റ നിമിഷം അങ്ങനെ ഉറപ്പുള്ള ആയിരക്കണക്കിന് മനുഷ്യർ NIA കേസ് അന്വേഷിച്ച് UAP ചാർജ് ജയിലിൽ കിടക്കുന്നുണ്ട്. അവരുടെ പോരാട്ടത്തിന് വേണ്ടി CPM-ന്റെ MP-മാർ പാർലമെന്റിൽ പോരാടുന്നുണ്ട്. അതൊന്നും കാണാതെ പോകരുത്. അജിംസ് ഇതിൽ നിങ്ങളെ മാധ്യമം മീഡിയ വണ്ണം നിരോധിച്ചു. സുപ്രീം കോടതിയല്ലേ ആ നിരോധനം നീക്കിക്കൊണ്ട് വളരെ വലിയ തോതിലുള്ള വാദമുഖങ്ങൾ ഉന്നയിക്കുകയും അതിന് അനുപാതമായിട്ടുള്ള വിധികളും ആ സുപ്രീം കോടതിയുടെ വിധിയിൽ ഉള്ളതല്ലേ. അപ്പോൾ സുപ്രീം കോടതി ഉത്തരവ് നമുക്ക് നിയമ സംവിധാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കല്ലോ. നമുക്കിവിടെ സംഘബോധത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ നമുക്ക് കാര്യത്തെ കാണുന്നത്. അതായത് ഞങ്ങൾ ഈ പറയുന്ന ഇത്തരം കൂട്ടായ്മകളിലൊക്കെ തീവ്രവാദികൾ ഉണ്ടെന്ന ആരോപണം ഉന്നയിക്കും. PV അൻവറിന് പിന്നിൽ തീവ്രവാദികൾ, കരിപ്പൂർ സ്വർണ്ണക്കുടത്തിന് പിന്നിൽ നിരോധിത സംഘടനകളും തീവ്രവാദികളും, അതായത് മലബാർ കേന്ദ്രീകരിച്ച് നടക്കുന്ന കുറെ അധികം കാര്യങ്ങളിൽ തീവ്രവാദ സാന്നിധ്യം, എല്ലാറ്റിനും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി. ഇത് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. NIA വേണമെങ്കിൽ വന്ന് അന്വേഷിച്ചോട്ടെ, നമുക്ക് കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തി രക്ഷപ്പെടാം. അതിന് സൗകര്യമില്ല അസ്കർ, അതിന് സൗകര്യമില്ല. കാരണം ഈ നിയമ നടപടി എന്ന് പറയുന്നത് തന്നെ ഒരു ശിക്ഷയായ രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് നമ്മളുള്ളത്. സിദ്ദീഖാപ്പൻ അകത്ത് കിടന്ന് ഒന്നും ചെയ്തിട്ടില്ല. 45,000 രൂപ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തെ പിടിച്ച് അകത്തിട്ടത് UAP കേസിൽ. അല്ല, സിദ്ദീഖപ്പൻ്റെത് വളരെ അപകടകരമായിട്ടുള്ള ഒരു രീതി തന്നെയായിരുന്നു NIA എടുത്തിട്ടുള്ളത്, UAP എടുത്തിട്ടുള്ളത്. അതൊക്കെ ഇപ്പൊ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന രീതിയിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യ രൂപം കേരളത്തിൽ പിറവിയിലുന്നത്. അതിനുശേഷം കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയായി മാറിക്കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സാഹചര്യം എത്രത്തോളം ഒരു പക്ഷെ ന്യൂനപക്ഷങ്ങൾ സംഘടിക്കുന്നത് കൊണ്ട് മറുവശത്ത് ഭൂരിപക്ഷം സംഘടിക്കുന്നു എന്നുള്ളത് വലിയൊരു അപകടകരമായ രാഷ്ട്രീയ സിദ്ധാന്തമല്ലേ. അതായത് പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാക്കിയതുകൊണ്ടാണ് 1925 RSS ഉണ്ടാക്കിയതെന്നാണ് അങ്ങയുടെ വാദം. അങ്ങനെയല്ല, ഭൂരിപക്ഷത്തെ എതിർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സിദ്ധാന്തം അല്ല പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് ഭൂരിപക്ഷ സമുദായത്തിന്റെ സിദ്ധാന്തം എന്നുള്ള രീതിയിലല്ല അതിനെ കാണേണ്ടത്. ഭൂരിപക്ഷ സമുദായത്തിന്റെ ആശയങ്ങൾ എന്ന രീതിയിൽ ഭൂരിപക്ഷ സമുദായത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ് RSS നടത്തിയിട്ടുള്ളത്. അവരുടെ ലക്ഷ്യം എന്താ? അവരും മത രാഷ്ട്രവാദം തന്നെയാണ് പരമപ്രധാനമായി ഉന്നയിക്കപ്പെടുന്നത്. കൊടുക്കുന്നതായിരിക്കും. എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ സംഘടിക്കണം, എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം, ആരെ പിന്തുണയ്ക്കണം, അങ്ങനെ ഇവരെ പറഞ്ഞ് പഠിപ്പിക്കണം. അല്ലെങ്കിൽ RSS വളർന്നാലോ. ഞാൻ മടങ്ങി വരാം. ഇടത് സഹയാത്രികൻ പറയുന്നത് കേട്ടാൽ ഇവിടെ RSS വളർന്നിട്ടേ ഇല്ല, ന്യൂനപക്ഷങ്ങളൊക്കെ ഒന്നിക്കുന്നത് കൊണ്ടാണ് RSS വളരുന്നത് എന്നാണ്. 1925 മുതൽ RSS സ്ഥാപിതമായ കാലം മുതൽ ഇന്ന് വരെ RSSന്റെ നിലപാടുകളും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് നടക്കുന്നത് എന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ന്യൂനപക്ഷ സംഘടനകൾ എന്തെങ്കിലും ഇതുപോലെ വ്യായാമ കൂട്ടായ്മയോ അവർ ഏത് കൂട്ടായ്മ ഉണ്ടാക്കിയാലും അതിലൊക്കെ ഈ തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നു. ഇത് തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനയാണ് എന്ന് ആദ്യമേ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഇതുപോലെ ഈ മെക്സവന്റെ ആൾക്കാർ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവരിൽ എല്ലാ ആൾക്കാരും ഉണ്ട്. അതുപോലെ ഈ പറയുന്ന പോലെ തീവ്രവാദികളൊന്നും നുഴഞ്ഞു കയറിയിട്ടില്ല. അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ ഇതിൽ വ്യായാമ കൂട്ടായ്മയിൽ പല സംഘടനകളുള്ള ആൾക്കാരുണ്ട്, പക്ഷേ ഇവർക്കൊന്നും തീവ്രവാദ സ്വഭാവമുള്ള ആൾക്കാരല്ല, ഞങ്ങളൊരു വ്യായാമ കൂട്ടായ്മ മാത്രമാണ് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് CPM ഇതിനെ എതിർക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ ആദ്യമേ കേട്ടല്ലോ. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾ കൂടുതലും കോൺഗ്രസിലേക്ക് അടുക്കുന്നത് CPM ഇപ്പോൾ പിടിക്കുന്നില്ല. അവർക്ക് എങ്ങനെയെങ്കിലും BJP ഇവിടെ വന്നാലും കുഴപ്പമില്ല, BJP കുറച്ച് സീറ്റ് വാങ്ങിച്ചാലും കുഴപ്പമില്ല, UDF ഒരു കാരണവശാലും ഭരണ
ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ വരാൻ പാടില്ല, അല്ലെങ്കിൽ UDFനെ ഏത് രീതിയിലും ഏത് ആൾക്കാരെ കൂടെ കൂട്ടിയോ അല്ലെങ്കിൽ അതിന് വർഗീയത ഉള്ള ആൾക്കാരെ കൂടെ കൂട്ടിയിട്ടാണെങ്കിലും UDFനെ തകർക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന്റെ മേളിലാണ് ഈ മുസ്ലിം സംഘടനകളെല്ലാം UDFന് പിന്തുണ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തകർക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ ഒരു നാടകം. പക്ഷെ ആ നാടകം മൊത്തത്തിൽ പൊളിഞ്ഞു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടതാണ്. അതിനെപ്പറ്റി അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അന്വേഷണം നടത്തിയിട്ട് ഒന്നും കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ല. എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ പോയി. എന്തുകൊണ്ട് CPMന് പിന്നെയും ഒരു മൈനസ് മാർക്കാണ് ഇപ്പോൾ വീണിരിക്കുന്നത്. ഇപ്പൊ വീണുകൊണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ ഒരു മൈനസ് മാർക്ക് ഒന്നും കൂടി വീണു എന്നുള്ളതേ ഉള്ളൂ. എന്നുവെച്ചാൽ ന്യൂനപക്ഷങ്ങളെ ഇപ്പോൾ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് CPM ആണെന്ന് അവർ തന്നെ തുറന്ന് കാട്ടിയിരിക്കുകയാണ്. ഇപ്പൊ BJPയും CPMവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഇത് CJP ആണ് എന്ന് കോൺഗ്രസ് നേരത്തെ പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും അതിനെ ഉറപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ CPMന്റെ പെരുമാറ്റവും. ഈ പെരുമാറ്റങ്ങൾ മാത്രമല്ല, CPMന്റെ ഇപ്പോൾ ഒരു ലക്ഷ്യബോധം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയുള്ള ഈ ജമാഅത്ത് ഇസ്ലാമി അങ്ങനെയുള്ള ആൾക്കാരെല്ലാം പാലക്കാട് ഇലക്ഷനിൽ അവർക്ക് പിന്തുണ കൊടുത്തു. അപ്പൊ അത് UDF ഒരിക്കലും ഇവരുടെ ആരുടെയും പിന്തുണ തേടിയിട്ടില്ല. ആര് വോട്ട് ചെയ്താലും ആര് തന്നാലും സ്വീകരിക്കുമെന്നുള്ളൊരു നിലപാടായിരുന്നു. ഇലക്ഷൻ ആകുമ്പോൾ ആരിങ്ങോട്ട് വോട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിയാണ് സ്വീകരിക്കാത്തത്? ഞങ്ങൾക്ക് അവരുമായിട്ട് സഖ്യമൊന്നുമില്ല. പക്ഷെ UDF പറഞ്ഞിരുന്നത് ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മയ്ക്കെതിരെ ആര് വോട്ട് UDFന് ചെയ്താലും ഞങ്ങൾ സ്വീകരിക്കുമെന്നാണ്. അല്ലാതെ ഇന്ന പോപ്പുലർ SDPയുമായിട്ടോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടോ ഒന്നും അവർ കൈകോർത്ത് പിടിച്ചുകൊണ്ടൊന്നും അല്ല ഇത് ചെയ്തത്. ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും SDPI ആണെങ്കിലും അവരെല്ലാവരും ഈ ഭരണത്തോടുള്ള അല്ലെങ്കിൽ ഈ ഭരണകക്ഷിയോടുള്ള ഇടതുപക്ഷത്തിനോടുള്ള വെറുപ്പ് കാരണമാണ് UDFന് വോട്ട് ചെയ്തതെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനി അത് മുന്നോട്ട് 2026 ഇലക്ഷൻ വരികയാണ്. 2026 പോകുമ്പോൾ ഇത് ഒരുപാട് CPMനെ ബാധിക്കുമെന്ന് CPMന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഇതെങ്ങനെയെങ്കിലും ഇതൊന്ന് വെട്ടിപ്പൊളിച്ച് തൈപ്പണമാക്കണം. അതിനുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇടുന്നതിന് മുമ്പേ പാളീസായി പോവുകയാണ്. എന്തായാലും ഇവർ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ഇവ ഏകദേശം ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. എന്താണ് ലക്ഷ്യം എന്നുള്ളതും ന്യൂനപക്ഷങ്ങൾക്കും കൂടുതൽ മനസ്സിലായിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. എന്തായാലും ഇവരുടെ ലക്ഷ്യം മനസ്സിലാക്കാൻ ഈ ഒരു ചർച്ച കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. ചർച്ച കൊണ്ട് മാത്രമല്ല, ഈ ആരോപണം ഉന്നയിച്ചപ്പോഴേ അത് എല്ലാവരും പറഞ്ഞിരുന്നുവെങ്കിലും ഇതിപ്പോൾ ആ ആരോപണം സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് ആ ചർച്ചയിൽ നിന്നും മനസ്സിലായത്. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.